നമസ്കാരം. പ്രിയങ്കരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ മലയാള വർഷം കൊല്ലവർഷം 1202 ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ മലയാള വർഷം ചിങ്ങമാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കുമുള്ള സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ 5 നക്ഷത്രക്കാരുടെ ഫലമാണ് നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായിട്ട് ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ ചിങ്ങമാസത്തിലെ നമ്മുടെ പ്രാർത്ഥനകളിലും ഗണപതി ഹോമത്തിലുമൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് നക്ഷത്രവും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയാൽ നിങ്ങളെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നോക്കാം. ആദ്യം മൂല നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. മൂല നക്ഷത്രക്കാർക്ക് അവർ ധനുക്കൂറിൽ ഉൾപ്പെട്ട് വരുന്ന നക്ഷത്രമാണ്. അവരുടെ പ്രത്യേകത 9ാം ഭാവത്തിൽ ചിങ്ങമാസത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഭാഗ്യം നൽകുന്ന ഒരു പ്രത്യേക അനുഭവം. സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ കുറേയെങ്കിലും അവർക്ക് അനുഭവപ്പെടും. ജീവിതത്തിൽ സുരക്ഷയും സൗഖ്യവും അനുഭവപ്പെടും എന്നുള്ളത് വലിയൊരു ഗുണമാണ്. നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞ് സാമാന്യം സുരക്ഷിതമായൊരു ജീവിതം ലഭിച്ചു എന്നുള്ളൊരു തോന്നൽ, ഒരു ആത്മവിശ്വാസം നമുക്ക് ഉള്ളിലുണ്ടാകും. സൂര്യൻ എന്ന് പറയുന്നത് സർക്കാരിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്, അധികാരത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നും അധികാര സ്ഥാനങ്ങളിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അതായത് നേരത്തെ തടഞ്ഞു വെക്കപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ സബ്സിഡികൾ, ലോണുകൾ ഇതൊക്കെ കിട്ടാം. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ നമ്മളെ മാറ്റി നിർത്തിയിരുന്ന സ്ഥാനങ്ങളിലേക്ക് നമ്മൾ പരിഗണിക്കപ്പെടാനും സാധ്യതയുണ്ട്. പൊതുവെ സുഖവും സൗഖ്യവും അനുഭവപ്പെടും. എല്ലാ കാര്യത്തിലും ആരുടെയെങ്കിലും പിന്തുണ ലഭിക്കുന്നതാണ്. പിതാവിൻ്റെ അനുഗ്രഹം നേടാനാകും. 9ാം ഭാവം കൊണ്ട് നമ്മൾ പിതാവിനെയും ചിന്തിക്കണമല്ലോ. അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ശക്തമായ പിന്തുണ പല രൂപത്തിൽ വന്നെത്തുന്നതാണ്. പ്രതിപക്ഷത്തിലെ ചില ആളുകളുടെ പിന്തുണ പോലും ഈ സമയത്ത് ലഭിക്കും എന്നുള്ളത് അവർക്കൊരു അത്ഭുതം തോന്നും. അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കുക. സൂര്യൻ 9ൽ സഞ്ചരിക്കുന്ന സമയം. അതുപോലെ മുമ്പ് നമ്മൾ അവഗണിച്ച് മാറ്റി നിർത്തിയിരുന്നവർ പോലും നമ്മളെ വന്ന് സഹായിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷം ഈ സമയത്ത് ഉണ്ടാകും. വീഴ്ചകളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. വീഴ്ചകൾ 2 തരമാണ്. ഒന്ന് ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ശരീരം കൊണ്ടുള്ള നിലത്ത് വീഴുന്നത്, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വീഴുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടും. ഇതില്ലെങ്കിൽ നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കുമല്ലോ, അങ്ങനെയുള്ള വീഴ്ചകളിൽ നിന്നും രക്ഷപ്പെടാം. ഇതൊക്കെ സൂര്യൻ നൽകുന്ന ഗുണങ്ങളാണ്. ഔദ്യോഗിക കാര്യങ്ങളിൽ സാമാന്യ ഉയർച്ചയോ ധനപരമായ ചെറിയ നേട്ടമോ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ പ്രതീക്ഷിച്ചത്ര വളർച്ചയുണ്ടായില്ലെങ്കിലും തളർച്ച ഒട്ടും വരികയില്ല. ബിസിനസ്സിലൂടെ കുറേയേറെ ധനം നേടാനും സാധ്യമാകുന്നതാണ്. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ 9ാം ഭാവത്തിൽ കേതുവും കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭാഗ്യം കുറയ്ക്കുന്ന ഒരു ഗ്രഹാവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിഴൽ ഗ്രഹമാണെങ്കിലും കേതുവും രാഹുവും വലിയ എഫക്റ്റ് ഈ ഹ്യൂമൻ ലൈഫിൽ, മനുഷ്യജീവിതത്തിൽ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. 2 നോഡൽ പോയിൻറ്റ്സാണ്. എങ്കിൽ പോലും അത് ഈ സൂര്യനെയും ചന്ദ്രനെയും ഇങ്ങനെ മറച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ അതിൻ്റെ എഫക്റ്റ് അനുഭവപ്പെടും. അപ്പോൾ അതാണ് 9ാം ഭാവത്തിൽ കേതു ഉള്ളത് കൊണ്ടാണ് സൂര്യൻ്റെ ഗുണം കുറയുന്നത്. പ്രാർത്ഥന, ഉപാസനകൾ തുടങ്ങിയവയ്ക്ക് മുടക്കം വന്നേക്കാം. എന്നാൽ ശനി, കേതു ഇവയുടെ സ്ഥിതി കൊണ്ട് വിദേശ ധനഭാഗ്യം ഉണ്ടാകാൻ മൂല നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസത്തിൽ യോഗമുണ്ട്. പകുതിക്ക് മേൽ ജോലി സ്ഥലത്ത് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുഭവപ്പെടും. ഔദ്യോഗിക കാര്യങ്ങളിൽ ഊർജ്ജസ്വലത വർദ്ധിക്കുന്നതാണ്. പക്ഷേ ഈഗോ കൂടും എന്നുള്ളത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എല്ലാ കാര്യവും സാമർഥ്യത്തോടെ ചെയ്യാൻ സാധിക്കും. പക്ഷേ സൂര്യൻ അധികാരത്തിൻ്റെ പ്രതീകമാണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഈഗോ നമുക്ക് വർദ്ധിക്കും. നമ്മുടെ ഒരു അഹങ്കാരം എന്നോ പറയാം, അല്ലെ ആത്മാഭിമാനം എന്ന് നമുക്ക് പറയാം, അത് വർദ്ധിക്കും. ഇത് ഒരുപാടായി കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ സ്വസ്ഥത കുറയാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ കാണിച്ചാൽ സ്വസ്ഥത കുറഞ്ഞേക്കാം. ദീർഘയാത്രകൾ പദ്ധതി ഇട്ടവർക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം മൂലമോ കാത്തിരിപ്പ് വേണ്ടി വരുന്നതാണ്. വ്യാഴം അഷ്ടമത്തിലാണ്. എങ്കിലും വ്യാഴം ഉച്ചത്തിലായതുകൊണ്ട് വീടുപണിയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ചെലവ് വർദ്ധിക്കും എന്നൊരു ദോഷവുമുണ്ട്. വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വന്നേക്കാം. അതിന് ചെലവും ഉണ്ടാകും. ഗവേഷണം, ശാസ്ത്രീയ കാര്യങ്ങൾ ഇവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്പം അലസത തോന്നാൻ സാധ്യതയുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് ശനി 4ലാണല്ലോ ഇവർക്ക് സഞ്ചരിക്കുന്നത്. ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, അതായത് മൂലം, പൂരാട, ഉത്രാടത്തിൻ്റെ ആദ്യപാദം നക്ഷത്രക്കാർക്ക് ശനി 4ലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ശനി ഇപ്പോൾ വക്രത്തിലാണ്.
രാശി മാറുന്നില്ലെങ്കിലും നക്ഷത്രഗതി പുറകോട്ട് വരുന്നത് കൊണ്ട് തന്നെ നാലാം ഭാവത്തിലെ ശനിയുടെ കണ്ടക ശനിയുടെ എഫക്റ്റ് ഒരല്പം കുറയും. ഈ സമയത്ത് 9-ൽ നിൽക്കുന്ന സൂര്യൻ്റെ ഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ പൊതുവേ നമുക്ക് ഗുണകരമാക്കി എടുക്കാൻ കഴിയുന്ന ഒരു കാലമാണ് ചിങ്ങമാസം. മൂല നക്ഷത്രക്കാരതൊന്ന് ശ്രദ്ധിക്കുക. ഔദ്യോഗിക കാര്യങ്ങളിൽ നല്ല രീതിയിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സമയമാണ്. തടഞ്ഞു വയ്ക്കപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടാനും യോഗമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് പൂരാടം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. പൂരാടം നക്ഷത്രം ധനുക്കൂറിലാണ് ഉൾപ്പെടുന്നതെങ്കിലും നക്ഷത്ര സ്വഭാവം തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇവർക്കും ഭാഗ്യസ്ഥാനാധിപനായ സൂര്യൻ 9-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 9-ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ആ ഭാവം സൂര്യൻ്റെ സ്വക്ഷേത്രവുമാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. അർഹത അംഗീകരിക്കപ്പെടും. സർക്കാരിൽ നിന്ന് ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ഉത്സാഹവും കാര്യക്ഷമതയും പുലർത്താനും സാധിക്കും. പ്രവർത്തനങ്ങളിലെല്ലാം ഒരു നീതിബോധം ഉണ്ടാകും. പൊതുവേ ജീവിതത്തിൽ പുതുമ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ചിങ്ങമാസം. പിന്നെ പൂരാടം നക്ഷത്രക്കാരായ ജോലിക്കാർക്ക് ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് ചിങ്ങമാസത്തിൽ അതിനുള്ള സന്ദർഭം ഒത്തുവരുന്നതാണ്. പക്ഷേ നക്ഷത്ര അധിപനായ ശുക്രൻ, പൂരാടം നക്ഷത്രത്തിൻ്റെ അധിപനായ ശുക്രൻ നീചരാശിയിലായതുകൊണ്ട് മാസപ്പകുതി വരെ, മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ലക്ഷ്യം നേടാൻ തടസ്സങ്ങളുണ്ടാകും. കേതു 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും അത്ര ഗുണകരമല്ല. ഓരോ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴും മനസ്സിന് ഒരു സന്ദേഹം അല്ലെങ്കിൽ ഒരു സംശയം അനുഭവപ്പെട്ടേക്കും. ഇത് ശരിയാകുമോ എന്നുള്ള ഒരു നേരിയ ആശങ്ക എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അതൊക്കെയാണ് നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നത്. ഏതൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ അത് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണ അനുകൂല ഫലം കിട്ടുകയുള്ളൂ. പക്ഷേ കേതുവിൻ്റെ ഒരു സ്ഥിതി, ഇങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കും. അതിനെ മറികടക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സാമ്പത്തികമായിട്ട് അത്ര മോശം കാലമല്ല. വ്യാപാരത്തിൽ നിന്ന് ന്യായമായ ധനലാഭത്തിന് യോഗമുണ്ട്. വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് ഉച്ചരാശിയിലായതുകൊണ്ട് ധനഭാവത്തിന് വലിയ ദോഷം ചെയ്യില്ല. പക്ഷേ ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ചെലവുകളും ഉണ്ടായേക്കാം. നമുക്ക് വേണ്ടി മാത്രമാകണമെന്നില്ല. ചിലപ്പോൾ ബന്ധത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ ഒക്കെ ചെലവ് ഉണ്ടായേക്കാം. ഈ ശുക്രൻ നീചത്തിലായതും ഇതിനൊരു കാരണമാണ്. ചൊവ്വ 7-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചകൾ കൊണ്ട് ഗുണമുണ്ടാകും. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കൂടുതൽ ഗുണം ലഭിക്കുന്നതാണ്. പിണക്കത്തിലായിരുന്ന ദമ്പതിമാർ ഒന്നിക്കാനും സാധ്യതയുണ്ട്. അതായത് ചിങ്ങമാസത്തിൻ്റെ പകുതിക്ക് ശേഷം. അപ്പോൾ ഗ്രഹാവസ്ഥകളൊന്ന് മാറും. ആ ഒരു സമയത്ത് കുറച്ച് ഗുണഫലങ്ങൾ ഉണ്ടാകും. പിന്നെന്താണ്, സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സമൂഹത്തിലൊരു സ്ഥാനം ലഭിക്കുന്നതാണ്. സ്ഥാനമാനങ്ങൾ വർദ്ധിക്കും. ചിലപ്പോൾ ലോക്കലായിട്ടായിരിക്കും ആ സ്ഥാനം കിട്ടുന്നത്. ചിലപ്പോൾ സംസ്ഥാന തലത്തിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പോലും സ്ഥാനമാനങ്ങൾ കിട്ടിയേക്കാം. എന്താണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ ഈ മാസം സാധിക്കുന്നതാണ്. പിന്നെ ഈ മാസത്തിൽ വാഹനം വാങ്ങാൻ യോഗമുണ്ട്. അല്ലെങ്കിൽ വീടോ പ്രോപ്പർട്ടിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വാഹനം പുതുക്കി വാങ്ങാനൊക്കെ സാധിച്ചേക്കും. നല്ല വാർത്തകൾ കേൾക്കാൻ പലപ്പോഴും സാധിച്ചേക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ തിടുക്കപ്പെട്ട തീരുമാനങ്ങളൊന്നും ഈ മാസം എടുക്കരുത്. എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ടല്ലോ, ഷെയറിലോ അല്ലെങ്കിൽ ബാങ്കുകളിൽ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ചിട്ടിയിൽ ചേരുകയോ, ഇതൊക്കെ നമുക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ ഒരുപാട് ലാഗ് ചെയ്യണമെന്നല്ല, എങ്കിലും നമ്മൾ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം പൈസ മുടക്കുക. പിന്നെ ഗുരുജനങ്ങളെ സന്ദർശിക്കാൻ യോഗമുണ്ട്. 9-ൽ സൂര്യൻ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഗുരുജനങ്ങളെ സന്ദർശിക്കാം. കേതു 9-ലുണ്ട്. ഉപാസന കുറയുമെങ്കിലും ആത്മീയമായ താല്പര്യം വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. പക്ഷേ ഉപാസനകളെ മുടക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് കേതുവിൻ്റെ അവസ്ഥ. ഇതാണ് പൂരാട നക്ഷത്രക്കാരുടെ സാമാന്യ അനുഭവം. അപ്പോൾ ഈ വക തടസ്സങ്ങളെ നേരിട്ട് ഈ തടസ്സങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനെ മറികടന്ന് പോവുക, ആശങ്കയൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോവുക. അതാണ് പൂരാട നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. ഇനി ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം ധനുക്കൂറിലാണ്. ബാക്കി 3/4 ഭാഗം മകരക്കൂറിലുമാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ഈ സൂര്യന് കേതു യോഗം ഉണ്ടാകും. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 9-ലാണ് സൂര്യൻ നിൽക്കുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 8-ലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും കേതു യോഗമുണ്ട്. അതുകൊണ്ട് അനുഭവ ഗുണം അല്പം കുറയും. പല സന്ദർഭത്തിലും അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യക്കുറവ് അനുഭവപ്പെട്ടേക്കാം.
പക്ഷേ സൂര്യന് സ്വക്ഷേത്ര സ്ഥിതി ഉള്ളതുകൊണ്ട് ബലമുള്ളതുകൊണ്ടും അത്യാവശ്യ കാര്യങ്ങളെല്ലാം തടസ്സം കൂടാതെ നടന്നു കിട്ടും. കർമ്മരംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക യാത്രകൾ അലച്ചിൽ വർദ്ധിപ്പിക്കുന്നതാണ്. എങ്കിലും ജോലിയിൽ സാമാന്യ അധികാരവും അത് സമയത്ത് ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്വവും എല്ലാം കാണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ വ്യക്തിത്വം ഓഫീസിലാണെങ്കിലും നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിലാണെങ്കിലും അംഗീകരിക്കപ്പെടും. നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് മറ്റുള്ളവർക്കിടയിൽ സ്വീകാര്യത ഉണ്ടാകുന്നത് നമുക്ക് വലിയ അഭിമാനവും ആശ്വാസവും നൽകുന്നതാണ്. അപ്പോൾ ജോലിയുടെ ടെൻഷൻ ഒന്ന് കുറയും. എന്നാൽ ജോലിയുടെ ഭാരം കുറയുന്നില്ല. നമ്മൾ ചെയ്യുന്ന ജോലി അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ. അതാണ് ഈ സമയത്ത് കിട്ടുന്നത്. നമുക്കെതിരെയുള്ള ഉപജാപങ്ങളെ തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനും സാധിക്കുന്നതാണ്. ശമ്പളത്തിൽ കുടിശ്ശികയായിട്ട് കിട്ടേണ്ട തുക ലഭിച്ചേക്കും. ജോലിയിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ യോഗമുണ്ട്. പങ്കാളിത്ത കച്ചവടം കൂടുതൽ വിപുലീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതുമാണ്. ശനിയുടെ വക്രം കൊണ്ട് കണ്ടകശനിയുടെ ദോഷം കുറയുന്നതിനാൽ ഭൂമിയിൽ നിന്ന് ആദായമുണ്ടാകും. പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് ശോഭിക്കാൻ കഴിയും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും അതിൽ പങ്കെടുക്കാനും സാധിക്കും. മാസം പകുതിക്ക് ശേഷം ഭൗതികമായ ചില മെച്ചങ്ങൾ ഉണ്ടാകും, ചില നേട്ടങ്ങൾ ഉണ്ടാകും. ആത്മീയ സാധനകൾക്ക് സന്ദർഭം കണ്ടെത്തുന്നതാണ്. കുടുംബപരമായിട്ട് കുടുംബസുഖത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശരാശരി സുഖം കുടുംബത്തിൽ ഉണ്ടാകും. ഉത്രാടം ധനുക്കുറുകാരുടെ പ്രത്യേക ഫലം നോക്കുമ്പം 8ാം ഭാവത്തിലെ വ്യാഴം, 9ലെ കേതു എന്നിവ പണച്ചെലവ് വർദ്ധിപ്പിച്ചേക്കാം. എന്നാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങൾ ഒത്തുവരുന്നതുമാണ്. കാരണം 9ൽ സൂര്യനുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു അവസരം, അതിനുള്ള പെർമിറ്റ് വേണം, ലൈസൻസ് വേണം, പഞ്ചായത്തിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അതെല്ലാം ഈ സമയത്ത് കിട്ടുന്നതാണ്. ഉത്രാടം മകരക്കൂറുകാർക്ക് 6ൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ശത്രുദോഷങ്ങൾക്ക് നല്ല രീതിയിൽ ആശ്വാസം ഉണ്ടാകുന്നതാണ്. ഭൂമി വിൽപ്പന നടക്കാനും യോഗമുണ്ട്. വ്യാഴം 7ൽ സഞ്ചരിക്കുന്നതിനാൽ ദാമ്പത്യത്തിൽ സമാധാനമുണ്ടാകും. അങ്ങനെ ഉത്രാടം മകരക്കൂറുകാർക്ക് കുറച്ച് ബെറ്ററാണ് ഫലം. ഉത്രാടം ധനുക്കൂറുകാർക്ക് തടസ്സങ്ങളും ചെറിയ മനപ്രയാസങ്ങളും ഉണ്ടാകാം. എങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവർക്ക് സാധിക്കും എന്നുള്ളത് വലിയൊരു ആശ്വാസം. തിരുവോണം നക്ഷത്രമാണ് അടുത്തത്. തിരുവോണം നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പം മകരക്കൂറിലെ നക്ഷത്രമാണ്. ചിങ്ങമാസം ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. വ്യാഴം ഉച്ചരാശിസ്ഥിതനായിട്ട് 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് മനസ്സമാധാനം, ജീവിത പുരോഗതി, സുരക്ഷിതത്വ ബോധം എന്നിവയെല്ലാം ഉണ്ടാകും. സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറി കുറേ അനുകൂല സാഹചര്യം ഈ സമയത്ത് സംജാതമാകുന്നതാണ്. 6ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ശത്രുക്കളുടെ ഉപജാപങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും. ഭൗതിക സാഹചര്യങ്ങൾ തൃപ്തികരമായിട്ട് അനുഭവപ്പെടുന്നതുമാണ്. ദാമ്പത്യത്തിൽ സ്വസ്ഥതയുണ്ടാകും. 6ാം ഭാവത്തിലെ ചൊവ്വ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്ന ഗ്രഹാവസ്ഥയാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കും. കടബാധ്യത കുറേയൊക്കെ പരിഹരിക്കാനും സാധിച്ചേക്കും. കഴിവുകൾ പ്രകടിപ്പിക്കാൻ സന്ദർഭം ഇണങ്ങി വരുന്നതാണ്. ഈ ഓണക്കാലത്തൊക്കെ ആണെങ്കിലും നമ്മുടെ കലാരംഗത്തുള്ള കഴിവുകളും ഒക്കെ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അഷ്ടമത്തിലാണ് ആദിത്യൻ. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് പ്രതികൂലത ഉണ്ടാകുമെന്നാണ് പൊതുഫലം പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ചിങ്ങമാസത്തിൽ സൂര്യൻ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുണകരമായ കുറേ അനുഭവങ്ങൾ ഉണ്ടാകും. ചെറിയ തോതിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാകാം. അത് കാരണം ഗ്രഹാവസ്ഥ എന്ന് പറയുന്നത് സൂചകമാണല്ലോ, അനുഭവങ്ങളുടെ സൂചകമായതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് അഷ്ടമത്തിലെ സൂര്യൻ്റെ ദോഷം ഒഴിവാകും എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ കുറേയേറെ ഗുണഫലങ്ങൾ നൽകും. ആത്മാഭിമാനം വർദ്ധിപ്പിക്കും. ഭാഗ്യം കുറേയെങ്കിലും നൽകുന്നതുമാണ്. പക്ഷേ സൂര്യന് കേതുയോഗം ഉള്ളതുകൊണ്ട് സമ്മർദ്ദം വർദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സമ്മർദ്ദം ഉണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഒരു ടൈം ബൗണ്ടായിട്ട് ഒരു നിശ്ചിത സമയത്ത് ഇതെല്ലാം ചെയ്ത് തീർക്കണമെന്നും പറഞ്ഞ് മേലധികാരികൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ സമ്മർദ്ദമുണ്ടാകും. രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ പല കാര്യങ്ങൾക്കും വിശദീകരണങ്ങൾ നൽകേണ്ടതായിട്ട് വരുന്നതാണ്. കാരണം ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ പാർട്ടി തീരുമാനിച്ച് എടുത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ വ്യക്തിപരമായിട്ട് തന്നെ ഇവർക്ക് ചോദ്യം ചെയ്യപ്പെടും ഇവരുടെ തീരുമാനങ്ങളെ. മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് ടാർഗറ്റ് നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പൂർണ്ണമായിട്ടും അത് നേടാനും സാധിക്കണമെന്നില്ല. 9ലെ ശുക്രസ്ഥിതി കൊണ്ട് തീർത്ഥാടനം, മംഗളകർമ്മങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ യോഗമുണ്ട്. അത് പൂർത്തിയാക്കാനും സാധിക്കും. 2ാം ഭാവത്തിലെ രാഹു പണച്ചെലവുണ്ടാക്കും. കലാരംഗത്ത് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും പൊതുവെ ഈ ചിങ്ങമാസം അനുകൂലമായിരിക്കും. അവിട്ടം നക്ഷത്രക്കാരുടെ ഫലമാണ് ഇനി നോക്കാനുള്ളത്. അവിട്ടത്തിൻ്റെ ആദ്യ പകുതി മകരക്കൂറിലാണ്. അവർക്ക് ഗുണഫലങ്ങൾ കൂടുതലായിട്ട് നിൽക്കും.
രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലാണ്. ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 7.5 ശനി തുടരുകയാണ്. അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ചില ദോഷങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് ശനി വക്രത്തിൽ വരുമ്പം രാശി മാറുന്നില്ല എങ്കിൽ പോലും പിന്നോട്ടാണല്ലോ സഞ്ചരിക്കുന്നത്. എഫക്റ്റിൽ ശനി ശരിക്കും പുറകോട്ടല്ല പോകുന്നതെങ്കിലും പിന്നോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഫലങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ച മകരക്കൂറുകാർക്ക് ചിങ്ങമാസം കൂടുതൽ ഗുണകരമാണ്. 7-ൽ സഞ്ചരിക്കുന്ന ഉച്ചരാശിസ്ഥിതനായ വ്യാഴം ധനപുഷ്ടി നൽകുന്നതാണ്. അവിട്ടം കുംഭക്കൂറുകാർക്ക് അല്പം വിഷമതകൾ കൂടുതലായിരിക്കും. അവർക്ക് 7.5 ശനി തുടരുന്നത് കൊണ്ട്. ചൊവ്വ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് അധികാരം നൽകുന്നതാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഉത്സാഹവും ഉണ്ടാകും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ വിജയകരമായിട്ട് നേരിടാൻ സാധിക്കും. ഭൂമി മുഖേന ധനയോഗവും ഉണ്ടാകും. ശുപാർശകൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ശുപാർശ ചെയ്താലും നമ്മളുടെ കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് ശുപാർശ ചെയ്യിച്ചാലും അത് ഫലവത്താകുന്ന ഒരു സമയമാണ്. സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആർജവം നേടുന്നതാണ്. സൂര്യൻ അഷ്ടമത്തിലാണെങ്കിലും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് ഗുണകരമാണ്. പക്ഷേ അവിടെ കേതുയോഗമുള്ളതുകൊണ്ട് പലപ്പോഴും കഠിനമായ മത്സരങ്ങളെ നേരിടേണ്ട സാഹചര്യങ്ങളുണ്ടാകാം. അത് ജോലിക്കാണെങ്കിലും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കലാമേഖലയിലുള്ളവർക്കാണെങ്കിലും സ്വന്തം തട്ടകത്തിൽ തന്നെ മത്സരമുണ്ടാകുന്ന അവസ്ഥ നേരിട്ടേക്കാം. വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ പുതിയ തന്ത്രങ്ങൾ വേണ്ടി വന്നേക്കും. അപ്പോൾ അവരതൊന്ന് ശ്രദ്ധിച്ച് വേണം ഈ ഓണക്കാലത്ത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം മെനഞ്ഞെടുക്കാൻ. പതിവ് പ്രയോഗങ്ങളും പതിവ് പരസ്യങ്ങളും കൊണ്ടും അത്ര ഗുണമുണ്ടാകണമെന്നില്ല. മാറിയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അവരുടെ പരസ്യത്തിൻ്റെ സ്ട്രാറ്റജി ഒന്ന് വ്യത്യാസപ്പെടുത്തുന്നത് നന്നായിരിക്കും. പിന്നെ കുംഭക്കൂറുകാർക്ക് എപ്പോഴും നേരിയ ഒരു വിഷാദം തോന്നാൻ സാധ്യതയുണ്ട്. ശനി വക്രം കൊണ്ട് ചെറിയ ആലസ്യവും ഉണ്ടായേക്കാം. ചെയ്യേണ്ട കാര്യങ്ങൾ ഏതെല്ലാമെന്ന് മുൻഗണന നിർണ്ണയിക്കുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരു മാസം ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലൊരു ഉദ്ദേശം കാണുമല്ലോ. പൊതുവായിട്ട് അങ്ങനെയാണ്. നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പുതിയ വർഷം തുടങ്ങുകയാണ്, എന്തൊക്കെ ചെയ്യണം എന്നൊരു പ്ലാൻ കാണും. അതൊന്ന് എഴുതി വെച്ച് അതിൻ്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന ക്രമത്തിൽ എഴുതി വെക്കണം. എന്നിട്ട് വേണം ചെയ്തു തുടങ്ങാൻ. ഇല്ലെങ്കിൽ എന്താണ്, ഈ ഗ്രഹാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് പല കാര്യത്തിലും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് കുംഭക്കൂറുകാർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർണ്ണയിക്കുന്നതിൽ കാലതാമസവും ഉണ്ടായേക്കാം. നിലവിലുള്ള ജോലി നഷ്ടപ്പെടുത്തരുത്. കുംഭക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. പുതിയ ജോലിയിൽ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കണമെന്നില്ല. നന്നായിട്ട് അന്വേഷിച്ച് നല്ല ജോലിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്ക് നല്ല വിശ്വസ്തമായിട്ട് നമുക്ക് അഭിപ്രായം അറിയാൻ കഴിയുന്ന ആരെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലേ അങ്ങോട്ട് പോകാവുള്ളൂ. അല്ലെങ്കിൽ അതുമില്ല ഇതുമില്ല എന്നുള്ള സ്ഥിതി വരരുത്. പിന്നെ വ്യവസായം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ നൂതന മാർഗ്ഗങ്ങൾ ചിന്തിക്കുന്നതാണ്. വലിയ മുതൽ മുടക്കുകളിൽ നല്ല കരുതൽ ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും അതുപോലെ ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുന്നവരുമൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാം. കാരണം 7.5 ശനിയാണ്, ശനി വക്രത്തിലുമാണ്. തുറന്നു പറയുന്ന അഭിപ്രായങ്ങൾ മുഖേന ശത്രുക്കളെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. വെട്ടിത്തുറന്ന് പല കാര്യങ്ങളും പറയാനുള്ള ഒരു പ്രവണതയുണ്ടാകും. ശത്രുത ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഏതൊരു കാര്യത്തിലും തിടുക്കം ഒഴിവാക്കണം. പ്രണയിക്കുന്നവർക്ക് കാലം ഗുണകരമായിരിക്കും. പിന്നെ അവിട്ടത്തിൻ്റെ പൊതുഫലം നോക്കുമ്പോൾ ജന്മനക്ഷത്രത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ആലസ്യം, രോഗഭീതി, വിഷാദം എന്നിവ ഉണ്ടാകാം. ഔദ്യോഗിക കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പുലർത്താൻ സാധിക്കാത്തതുകൊണ്ട് മേലുദ്യോഗസ്ഥരുടെ ശാസന പോലും കേൾക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ മുഖേന ദേഹക്ലേശം ഉണ്ടാകാം. എന്നിരുന്നാലും ന്യായമായ എല്ലാ ആവശ്യങ്ങളും നടന്നു കിട്ടും അവിട്ടം നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് നല്ല ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. നമ്മൾ പ്രത്യേകമായിട്ട് വ്യക്തികൾക്കെല്ലാം ഇഷ്ടാനിഷ്ടങ്ങളുണ്ടല്ലോ. നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കാനായിട്ട് പോകുന്നതെല്ലാം സാധിച്ചു കിട്ടണമെന്നില്ല. അതിൽ നിരാശപ്പെടേണ്ടതില്ല. ഗ്രഹാവസ്ഥ അങ്ങനെയാണ്. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. കരാർ ജോലികളോ അല്ലെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ജോലികളോ കിട്ടാനും ഈ മാസം യോഗമുണ്ട്. അപ്പോൾ ഇതാണ് അവിട്ടം നക്ഷത്രക്കാരുടെ സാമാന്യ ഫലം. ഇത്രയുമാണ് മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ 5 നക്ഷത്രക്കാരുടെ ഫലം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ചാനൽ മെമ്പറായിട്ട് ചേരാൻ സാധിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾ പ്രത്യേകമായിട്ട് ചോദിക്കാനും സാധിക്കുന്നതാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഈ ഓണക്കാലം നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.